നമ്മളിപ്പോൾ കാണുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നോർത്ത് കൊറിയയിലെ പ്രസിഡന്റ് കിം ജോൺ കൂടെ ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര കഴിഞ്ഞിട്ട് കിം ജോൺ ആ പറഞ്ഞിരിക്കുന്ന വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പുടിൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ കിം ജോൺ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഒരു സ്വേച്ഛാധിപത്യ കണ്ണിൽ ചോരയില്ലാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിൻ നമ്മുടെയൊക്കെ കണ്ണിൽ ജനാധിപത്യവാദിയാണെങ്കിലും ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ആയിട്ടുള്ള ആ വേരുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. റഷ്യയും ചൈനയും എപ്പോഴും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. റഷ്യയും നോർത്ത് കൊറിയയും എപ്പോഴും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഒരു ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾ എഗെയിൻസ്റ്റ് റഷ്യ, നോർത്ത് കൊറിയ, ചൈന ആയിരിക്കും. റഷ്യ, നോർത്ത് കൊറിയ, ചൈന ആയിരിക്കും ലോകത്തിലിനി അടുത്ത ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അവർ തമ്മിൽ പരസ്പരം ആയുധങ്ങൾ കൈമാറാറുണ്ട്, വാണിജ്യ വ്യവസായ ബന്ധങ്ങളുണ്ട്, സാംസ്കാരിക ബന്ധങ്ങളുണ്ട്. ആ മൂന്ന് രാജ്യങ്ങളിലെ ഭരണകർത്താക്കന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ധാരണയുണ്ട്. ദശലക്ഷം കോടി വിറ്റുവരവുള്ള വ്യവസായ വാണിജ്യ കരാറുകൾ അവർ തമ്മിൽ നടത്തുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടാണ്. ചൈനയുടെ പല ഉൽപ്പന്നങ്ങൾ റഷ്യ വാങ്ങുന്നു, റഷ്യയുടെ പല ഉൽപ്പന്നങ്ങൾ ചൈന വാങ്ങുന്നു, ഇവരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾ നോർത്ത് കൊറിയ വാങ്ങുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ സഖ്യകക്ഷികൾക്കെതിരെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് അണിനിരക്കാനായിട്ട് കഴിയും. ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം വരികയാണെങ്കിൽ, ലോകത്തിൽ ഒരു യുദ്ധം വരികയാണെങ്കിൽ റഷ്യയും നോർത്ത് കൊറിയയും ചൈനയും ഒരുമിച്ചാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്. അവരെല്ലാ നിലപാടുകളും അപ്രകാരമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യ ജനാധിപത്യ രാജ്യമാണെങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളിനുള്ളിൽ അവർക്ക് നോർത്ത് കൊറിയയിലെ കിം ജോണുമായിട്ടും ചൈനയുമായിട്ടും അഗാധമായിട്ടുള്ള ബന്ധമുണ്ട്. അവരുടെ ചായ്വ് അങ്ങോട്ടാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.